What's happening people, this is Kochi Machana and welcome back to another vlog. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ ഒരു റൈഡ് റിവ്യൂ ആണ്. ഏതാ വണ്ടി നിങ്ങൾക്ക് കണ്ടേ? ജാവ പെരാക്ക്, ജാവയുടെ ബോബർ മോഡലായ പെരാക്കിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് ആണ് നമ്മൾ ചെയ്യാൻ പോണേ. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മേലത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് ജാവ പെരാക്കിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വണ്ടിമേ കയറിയിരിക്കാം. വണ്ടിമേ കയറിയിരിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ വരാൻ പോകുന്നത് വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുമ്പോൾ 179 kg ആണ്. സീറ്റ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ 750 mm ആണ്. എൻ്റെ ഹൈറ്റ് 5'6" ആണ്. എനിക്ക് ഫ്ലാറ്റ് ഫുട്ട് അല്ല, എനിക്ക് ഇങ്ങനെ തുഴയാനുള്ള സ്ഥലമുണ്ട്. അതുകൂടാണ്ട് ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 14 liters ആണ് ടാങ്ക് കപ്പാസിറ്റി. ഗ്രൗണ്ട് ക്ലിയറൻസ് ഈസ് 140 mm. അത് അത്യാവശ്യം കുറവാണ്. വീൽ ബേസ് കൂടുതലുള്ള വണ്ടിയാണ്, അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കുറവാണ് ഈ വണ്ടിക്ക്. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം എൻ്റെ വാക്ക് അറൗണ്ട് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് കയറി നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിന് മുമ്പ് ഞാൻ വണ്ടിയുടെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാം. ഇത്ര ബാസുള്ളൊരു സൗണ്ടല്ല. ഇതാണ് വണ്ടിയുടെ സൗണ്ട്, ഇതാണ് വണ്ടിയുടെ ലുക്ക്, ഒരു ഓവറോൾ ലുക്ക്. കാണാനൊക്കെ ഒരു രക്ഷയില്ല. ഭയങ്കര റോഡ് പ്രസൻസ് ആണ് വണ്ടിക്ക്, ഭയങ്കര ഹെഡ് ടേണറാണ് വണ്ടി. കാര്യം ഇങ്ങനത്തെ ഒരു വണ്ടി ഈ ഒരു വിലയ്ക്ക് ഇതുവരെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ആ കാര്യത്തിൽ ജാവ അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് വണ്ടിയുടെ റൈഡിങ് പൊസിഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. റൈഡിങ് പൊസിഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല വൈഡ് ഹാൻഡിൽ ബാസ് ആണ്, നല്ല അപ്രൈറ്റ് പൊസിഷനാണ്. എൻ്റെ ഹൈറ്റ് 5'6" ആണ്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇരുന്ന് ഓടിക്കാൻ പറ്റും. ഭയങ്കര ഹൈറ്റുള്ള ആൾക്കാർക്ക് ഇത് ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അവർക്ക് ഇരിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാര്യം കാലൊക്കെ ചിലപ്പോൾ ഇടിക്കാൻ ചാൻസ് ഉണ്ട് ഹാൻഡിൽ ബാറിൽ. അപ്പോൾ നമ്മുടെ ഇരിപ്പെന്ന് വെച്ചാൽ ശരിക്കും ഒരു സോഫയിലല്ല, കാലൊക്കെ കുറച്ച് പൊങ്ങിയിട്ടാണ്, ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു പൊസിഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല ദൂരം നമുക്ക് ഓടിക്കാൻ പറ്റും. ബട്ട് ഇതിൻ്റെ സീറ്റ് എന്ന് വെച്ചാൽ അത്ര കംഫർട്ടില്ല. സീറ്റ് കുറച്ച് ഹാർഡ് സൈഡാണ് സീറ്റ്, അത്ര കുഷൻ്റെ ഒന്നുമല്ല. നമുക്ക് കാണുമ്പോൾ കുറച്ച് കുഷൻ്റായിട്ട് തോന്നും, ബട്ട് അത്ര കുഷൻ്റെ ഒന്നുമല്ല. നമുക്ക് ഇരിക്കുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഒന്ന് 0 to 100 ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. കുഴപ്പമില്ലല്ലോ, നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വണ്ടി 0 to 100 കയറുന്നുണ്ട്. നെക്സ്റ്റ് എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ആ റിഫൈൻമെൻ്റ് ആണ്. എനിക്ക് ജാവ 42-നേക്കാളും എന്തുകൊണ്ടും ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ആ ഒരു എൻജിനും അല്ലെങ്കിൽ ഇതിൻ്റെ ആ റിഫൈൻമെൻറ്റും. എൻജിൻ വ്യത്യാസമുണ്ട്. 334cc എൻജിനാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യണ. 30 bhp 31 Nm ടോർക്കാണ്. അപ്പോൾ അത് വെച്ച് നോക്കുവാണെങ്കിൽ ഇത് നല്ല റിഫൈൻഡ് ആയിട്ടുള്ളൊരു എൻജിനാണ്. നമുക്ക് ജാവ 42 അല്ലെങ്കിൽ ജാവയുടെ മറ്റ് 2 വണ്ടികളെക്കാട്ടും എന്തുകൊണ്ടും നല്ല റിഫൈൻമെൻറ്റും ഉണ്ട്, നല്ല റെസ്പോൺസീവുമാണ് ഇതിൻ്റെ എൻജിൻ സൈഡ്. നെക്സ്റ്റ് ഇതിൻ്റെ ഗിയർ ബോക്സിനെ പറ്റി പറയാം. ഗിയർ ബോക്സിൽ എനിക്ക് ഗിയർ ബോക്സ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ബോക്സാണ്, നല്ല പ്രിസൈസ് ആയിട്ടുള്ള ഗിയർ ബോക്സാണ്. പക്ഷേ ക്ലച്ച് ഹാർഡർ സൈഡിലാണ്. വേറൊരു വണ്ടി ഓടിച്ച് ഇതിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും, ഇതിൻ്റെ ക്ലച്ച് എത്രത്തോളം ഹാർഡർ സൈഡിലേക്കാണ്. ഇതിൻ്റെ ത്രോട്ടിൽ റെസ്പോൺസ് നല്ലതാണ്, നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു FI സിസ്റ്റമാണ് ഇപ്പോൾ ജാവ ഈ പെരാക്കിന് കൊടുത്തേക്കണേ. മച്ച് റിഫൈൻഡ് ആയിട്ട് ഒരു എൻജിൻ സൈഡാണ് നമുക്ക് പ്രതീക്ഷിക്കുക. ബാക്കി 2 വണ്ടികളെക്കാളും കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു എൻജിൻ സൈഡാണ് നമ്മുടെ ജാവ പെരാക്കിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെരാക്ക് ഓടിക്കുമ്പോൾ ജാവ 42-നേക്കാളും ഭയങ്കര അടിപൊളിയായിട്ട് തോന്നും. ജാവയുടെ മറ്റ് 2 വണ്ടികൾ കയറുന്നതിനെക്കാട്ടും നല്ല രീതിയിൽ ഈ വണ്ടി കൈ കൊടുത്താൽ കയറും. അതുമാത്രമല്ല ഈ വണ്ടിക്ക് നല്ല ഒരു പുള്ളിങ്ങും കൂടെ ഉണ്ട്. ആ ഒരു 31 Nm ടോർക്ക് നമുക്ക് ശരിക്കും നല്ല രീതിയിൽ കുറച്ച് RPM കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് നമുക്ക് ശരിക്കും ലഭിക്കും. നെക്സ്റ്റ് ഇതിൻ്റെ റിഫൈൻമെൻറ്റിനെ പറ്റി പറയാം. റിഫൈൻമെൻറ്റും അടിപൊളിയാണ്. ലൈക്ക് എനിക്ക് വൈബ്രേഷനൊന്നും അങ്ങനെ കിട്ടിയില്ല. നമ്മൾ നല്ല രീതിയിൽ ഒരു റെവ് ചെയ്യുവാണെങ്കിൽ മാത്രമേ നമുക്ക് അത്ര ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുള്ളൂ. അല്ലാണ്ട് നമ്മൾ നോർമലായിട്ട് എനിക്ക് ഇതിൽ RPM ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് നമുക്കൊരു നോർമൽ ഒരു 100, 110 വരെയൊക്കെ നമുക്ക് നല്ല സിമ്പിളായിട്ട് ക്രൂസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് ഈ വണ്ടിയിൽ. അതിന് ഒരു ബുദ്ധിമുട്ടും വണ്ടിയും കാണിക്കുന്നില്ല. നമുക്ക് വണ്ടിയിൽ നിന്ന് ഒരു വൈബ്രേഷനോ കാര്യങ്ങളും ആ ഒരു റേഞ്ചിൽ നമുക്ക് ഫീൽ ചെയ്യില്ല. ബട്ട് നമ്മൾ നല്ല രീതിയിൽ ത്രോട്ടിൽ ഔട്ട് ചെയ്ത് വണ്ടി ഓടിക്കുവാണെങ്കിൽ നമുക്ക് വൈബ്രേഷൻസ് ഫീൽ ചെയ്യും ഫുഡ് പെക്സിൻ്റെ അവിടെ നിന്ന്. നോർമലായിട്ട് റൈഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് വണ്ടി നല്ല സ്മൂത്തായിട്ട് നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്നത് വണ്ടി. പിന്നെ വണ്ടി നല്ല ഫ്ലിക്കബിൾ ആട്ടോ. നമുക്ക് അങ്ങനെ വീൽ ബേസ് കൂടുതലായ വണ്ടികളായതുകൊണ്ടൊന്നും നമുക്കങ്ങനെ
വണ്ടി ഫ്ലിക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് നല്ല രീതിയിൽ ട്രാഫിക്കിൽ കൊണ്ട് നടക്കാം. പിന്നെ സീറ്റ് ഹൈറ്റ് നല്ല ലോ ആയതുകൊണ്ട് നമുക്ക് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തള്ളിക്കൊണ്ട് നടക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതിന് ഒരു പ്രശ്നവും നമുക്ക് തോന്നില്ല ഈ വണ്ടി ഓടിക്കുമ്പോൾ. പിന്നെ ഇതിൻ്റെ മീറ്ററൊക്കെ നിങ്ങൾക്കറിയാം, സെയിം ജാവയിലൊക്കെ കണ്ടേക്കുന്ന പോലത്തെ തലതിരിഞ്ഞ മീറ്ററാണ്. അപ്പം സ്പീഡൊക്കെ ഇങ്ങോട്ട് ആയിരിക്കും തന്നെ. നെക്സ്റ്റ് ഇതിൻ്റെ സസ്പെൻഷൻ ഞാൻ എന്താ ഇപ്പം പറഞ്ഞില്ല, അത് ഈ ചെറിയ ഹമ്പ് സസ്പെൻഷൻ ഈസ് ഓൺ ദ ഹാർഡർ സൈഡ്. അത് ഒന്നും പറയാനില്ല, സസ്പെൻഷൻ ഹാർഡർ സൈഡിലാണ്. ബാക്ക് സസ്പെൻഷൻ നമുക്ക് ശരിക്കും നമ്മുടെ ചെറിയ ഗട്ടറൊക്കെ ചാടുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ബാക്ക് സസ്പെൻഷൻ എത്രത്തോളം ഹാർഡാണ്. ഫ്രണ്ട് സസ്പെൻഷൻ പിന്നെയും കുഴപ്പമില്ലാന്ന് ഞാൻ പറയുള്ളൂ. ബാക്ക് സസ്പെൻഷൻ അത്യാവശ്യം നല്ല ഹാർഡർ സൈഡിലാണ് കൊടുത്തേക്കണത്. പിന്നെ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് നമ്മളൊരു 80K എബവ് നമ്മളൊരു 80K എബവ് പോവുകയാണെങ്കിൽ എക്സോസ്റ്റ് നോട്ട് ചെറുതായിട്ടൊന്ന് മാറും. ചെറുതായിട്ട് മാറുമെന്ന് വെച്ചാൽ ചെറിയൊരു പാട്ട പൊട്ടണ സൗണ്ട് പോലത്തെ ആവും. ബട്ട് നമ്മൾ അല്ലാണ്ട് ഒരു 60, 70, 80 ആ റേഞ്ചിലൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നല്ല സൗണ്ടാണ്, നല്ല അത്യാവശ്യം നമുക്ക് കേൾക്കാൻ പറ്റിയ സൗണ്ടാണ്. അതിൻ്റെ മേളിലേക്ക് പോകുമ്പോൾ തോറും സൗണ്ട് ചെറുതായിട്ടൊന്ന് മാറും. അത് മാത്രം എനിക്കൊരു ഭയങ്കര ഇതായിട്ട് തോന്നി. ഹോപ്പ്ഫുള്ളി ഇതിനും നമുക്ക് ജാവ 42 പോലെ ഇതിൻ്റെയും എക്സോസ്റ്റ് നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നുമില്ല കേട്ടോ. ഹീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ അങ്ങനെ എനിക്ക് വലിയ ബുദ്ധിമുട്ട്, അത്യാവശ്യം കുറച്ച് ബ്ലോക്കുകളും കാര്യങ്ങളിലൊക്കെ നമ്മൾ ഓടിച്ചു, അപ്പോഴും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഹീറ്റിംഗ് ഇഷ്യൂ ആയിട്ട് അങ്ങനെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ കൂളിങ്, ലൈക്ക് അതിൻ്റെ റേഡിയേറ്ററും കാര്യങ്ങളും അത്യാവശ്യം വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഹീറ്റിംഗ് ഇഷ്യൂ ആയിട്ടൊന്നും അങ്ങനെ എനിക്ക് തോന്നിയില്ല. നമുക്ക് ബ്ലോക്കിൽ കൂടെ നല്ല സിമ്പിളായിട്ട് വണ്ടി കൊണ്ട് നടക്കാം. നമുക്ക് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വീൽ ബേസ് കൂടിയതുകൊണ്ട് നമുക്ക് വളയ്ക്കാനും തിരിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ അങ്ങനത്തെ ഒരു ഫീലൊന്നുമില്ല. വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലിക്കബിളാണ്. നമുക്ക് നല്ല രീതിയിൽ ട്രാഫിക്കിലായാലും നമുക്ക് ട്രാഫിക് ഫിൽട്ടർ ചെയ്ത് നമുക്ക് വണ്ടി കൊണ്ട് നടക്കാം. വണ്ടി ശരിക്കും ഒരു അടിപൊളി വണ്ടിയാണ്. ലൈക്ക് നമ്മളൊരു ഇനീഷ്യൽ ഇംപ്രഷൻ, ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ പറയുകയാണെങ്കിൽ എനിക്ക് വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒൺലി തിങ് എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത് ആ ഒരു സസ്പെൻഷനാണ്, ബാക്കിലത്തെ സസ്പെൻഷൻ. ഹോപ്പ്ഫുള്ളി നമുക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ്, 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ ആ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ നമുക്ക് സോഫ്റ്റ്വെയർ സൈഡിലേക്ക് ഇട്ടാൽ കുറച്ചും കൂടെ ബാക്ക് സസ്പെൻഷൻ സോഫ്റ്റ് ആവും. ലുക്സിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. ഈ വണ്ടി എവിടെ പോയി നിന്നാലും ആരെങ്കിലുമൊക്കെ വട്ടം തിരിഞ്ഞൊക്കെ നോക്കും ഇതേതാ വണ്ടി എന്നുള്ള കാര്യം. അപ്പോൾ ഭയങ്കര നല്ലൊരു ഹെഡ് ടേണറാണ് ജാവ പെരാക്ക്. ഇതാണ് നിങ്ങൾ മീറ്റർ കണ്ടായിരുന്നല്ലോ അല്ലേ, എല്ലാം തലയിരിഞ്ഞ മീറ്ററാണ്. ഫ്യൂൽ ഗേജ് ഉണ്ട്, ഇവിടെ ഓഡോമീറ്റർ, സ്പീഡ്, ഇത്രയാണ് ഇതിൻ്റെ മീറ്ററിൽ. നമുക്ക് ഈ വണ്ടി ശരിക്കും ഞാൻ പ്രിഫർ ചെയ്യാൻ പോണ ഹൈവേ റൈഡ്സ് ആൻഡ് ലോങ് റൈഡ്സ്. സിറ്റിയിൽ എനിക്ക് ആകെ പേടി ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യമാണ്. 140 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ റോഡുകൾ കണ്ടീഷൻ നന്നായിട്ടുണ്ട്, പക്ഷെ പറയാൻ പറ്റില്ല എപ്പോഴാണ് റോഡ് കണ്ടീഷൻ മോശമാവുന്നതെന്ന്. അപ്പോൾ റോഡ് കണ്ടീഷൻ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നല്ലതാണ്. ആ ഒരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ വണ്ടി നമ്മുടെ സിറ്റികളിലും ഓടിച്ചുകൊണ്ട് നടക്കാം. ഞാൻ എറണാകുളത്തിലെ കാര്യമോടെ പറഞ്ഞത്, എറണാകുളത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ടാറിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി എല്ലാം നല്ല നീറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ഈ വണ്ടി നമുക്ക് അത്യാവശ്യം സിറ്റി റൈഡ്സ് ആയാലും നമുക്ക് ഉപയോഗിക്കാം. ദ ഒൺലി തിങ് ഈസ് നമുക്ക് ഇതിൽ പില്ലിയൻ സീറ്റ് ഇല്ല. ഇതിൽ വെക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഓപ്ഷൻ പോലും ജാവയിൽ നിന്ന് നമുക്കില്ല. അപ്പോൾ അതൊരു സിംഗിൾ സീറ്റർ വണ്ടിയാണ്. നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഏറ്റവും അടിപൊളി ബോബർ മോഡലായ ഒരു വണ്ടി, ഇന്ത്യൻ മെയ്ഡ് വണ്ടിയാണ് ജാവ പെരാക്ക്. നെക്സ്റ്റ് അപ്പ് ഇതിൻ്റെ ബ്രേക്സ് ആണ്. ഫ്രണ്ടിൽ 280 mm ഡിസ്കും ബാക്കിൽ 240 mm ഡിസ്ക് വിത്ത് ഡുവൽ ചാനൽ ABS സ്വിച്ചബിൾ ഒന്നുമല്ല. അത് നല്ലൊരു ബ്രേക്കിംഗ് ആണ്. ആ ഇനീഷ്യൽ ബൈറ്റ് ഒന്നും നമുക്ക് കിട്ടില്ല, അത്ര നന്നായിട്ടൊന്നും ഇനീഷ്യൽ ബൈറ്റ് കിട്ടില്ല. ഒരു ഹാഫ് എ സെക്കൻഡ് നമുക്കൊരു ഗ്യാപ്പ് കിട്ടും വണ്ടിയുടെ ആ ബ്രേക്ക് ഒന്ന് ബൈറ്റ് കിട്ടാൻ, അത്രേ ഉള്ളൂ. ബാക്കി കാര്യത്തിലൊക്കെ ബ്രേക്കിംഗ് ഒക്കെ ഓക്കെയാണ്. ഈ വണ്ടിക്ക് പറ്റും. നമുക്ക് അത്യാവശ്യം നമ്മൾ ഒരു റോഡ് ലീഗൽ സ്പീഡ്സിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നമുക്ക് ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്താൻ പറ്റുന്നുണ്ട്. നമ്മളിത് ആദ്യമൊക്കെ ഓടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് ചെറിയ, ഞാൻ പറഞ്ഞില്ലേ, ഹൈ റെവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എക്സോസ്റ്റ് ചെറിയ ഒരു എന്താ പറയുക, ഒരു പാട്ട പൊട്ടുന്ന സൗണ്ട് പോലെ തോന്നും. ബട്ട് കുറേ ഓടി ചെയ്യുമ്പോൾ നമുക്ക് ഈ എക്സോസ്റ്റിനോട് അല്ലെങ്കിൽ ഈ വണ്ടിയോട് ഒരു ഇഷ്ടം തോന്നുമ്പോഴത്തേക്കും എക്സോസ്റ്റൊക്കെ നമുക്ക് പോവില്ലെന്നായിരിക്കും നമ്മുടെ മനസ്സിൽ. കാര്യം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു വണ്ടി അതിൻ്റേതായിട്ടുള്ളൊരു പെർഫോമൻസും ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ച ജാവ 42 ഒക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ. അതിൻ്റെ സെയിം എൻജിൻ റീബോർ ചെയ്തെടുത്തേക്കണതാണ്.
അപ്പോൾ ബട്ട് ജാവ 42നെക്കാളും ഒരു നല്ലൊരു പെർഫോമൻസ് തരുന്ന ഒരു വണ്ടിയാണ് ജാവ പെരാക്. അതുകൊണ്ട് ജാവ ഈ എൻജിൻ വെച്ചിട്ട് 42 ഒന്നും ഇറക്കിയില്ല. അതാണ് എൻ്റെ വിഷമം. അവർക്ക് ഇത് ഒരു നല്ല, എനിക്ക് തോന്നുന്നു നല്ലൊരു എൻജിനാണ് 334cc ജാവയുടെ ഏറ്റവും പുതിയ എൻജിൻ. ചെറുതായിട്ട് പൊട്ടു കേട്ടോ, നല്ല ബാക്ക് ഫയറിങ്, ചെറുതായിട്ട് എക്സോസ്റ്റിൽ നിന്ന് പൊട്ടണ സൗണ്ടൊക്കെ കേൾക്കാം നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോഴും. വണ്ടിയുടെ ഗിയർ ബോക്സൊക്കെ നല്ല പ്രിസൈസ് ആയിട്ടുള്ള ഗിയർ ബോക്സ് കേട്ടോ. എനിക്ക് ആകെ ക്ലച്ച് മാത്രമേ ഹാർഡർ സൈഡിലായിട്ട് തോന്നിയുള്ളൂ. ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ നല്ല സ്മൂത്താണ്. എനിക്ക് തോന്നുന്നു ഒരു പുതിയ വണ്ടിയാണ്, അപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് ഇത്രയും കൂടെ സോഫ്റ്റർ ആവും ക്ലച്ച്. അല്ലെങ്കിൽ ക്ലച്ചിൻ്റെ കേബിളൊക്കെ ഒന്ന് ലൂബ് ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ നമുക്ക് ഇത്രയും കൂടെ സോഫ്റ്റ്വെയർ ക്ലച്ച് പ്രതീക്ഷിക്കാം. ഇത് പുതിയ വണ്ടിയാണ്, ആകെ ഇപ്പോൾ 137 കിലോമീറ്റേഴ്സേ വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ന്യൂ ഫീല് ഉണ്ട് വണ്ടിയിൽ നിന്ന്. ആ ഒരു ക്ലച്ച് ടൈറ്റും അതൊക്കെ നമുക്ക് ചിലപ്പോൾ വണ്ടി കുറച്ച് ഓടി കഴിയുമ്പോഴത്തേക്കും ക്ലച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടെ ലൂസ് ആയിട്ട് പ്രതീക്ഷിക്കാം. എനിക്ക് തോന്നുന്നു ബാക്കിലത്തെ സസ്പെൻഷൻ ഡയറക്റ്റ് എന്താ പറയുക സീറ്റിൻ്റെ അടിയിലേക്കാണ് ജോയിൻ ചെയ്തേക്കണേ. അതായത് അവിടെ വേറെ ഒരു ലിങ്കോ വേറെ എക്സ്ട്രാ സ്പ്രിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം നമുക്ക് ബാക്കിൽ നിന്ന് ഇത്രയും ഹാർഡറായിട്ടുള്ള ഒരു സസ്പെൻഷൻ നമുക്ക് അല്ലെങ്കിൽ ഹാർഡറായിട്ടുള്ളൊരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടണം ബാക്കിൽ നിന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസിക് മോട്ടോഴ്സ് ജാവ എടപ്പള്ളിയിലുള്ള ഷോറൂം. ഇവിടെ നിന്നാണ് എനിക്ക് വണ്ടി കിട്ടിയത്, ഇവിടെ നിന്നാണ് എനിക്ക് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് തന്നത്. ഇതായിരുന്നു നമ്മുടെ ജാവ പെരാക്. വണ്ടി നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വണ്ടി കണ്ടിട്ട് എന്ത് തോന്നിയെന്ന്. അപ്പോൾ വണ്ടി എനിക്ക് ഒരു അടിപൊളി ബോബർ വണ്ടിയാണ്. നമുക്ക് ഈ ഒരു പ്രൈസ്, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 2,02,000 റുപ്പീസാണ് എക്സ് ഷോറൂം പ്രൈസ്. ഓൺ റോഡ് പ്രൈസ് ഇതുവരെ റിവീൽ ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു പ്രൈസിങ്ങിന് നമുക്ക് ഈ വണ്ടി അടിപൊളി വണ്ടിയാണ്. ഓടിക്കാനായാലും മച്ച് ബെറ്റർ ദാൻ ജാവ 42 അല്ലെങ്കിൽ ജാവയുടെ ബാക്കി 2 വണ്ടികളെക്കാട്ടും മച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ആകെ എനിക്ക് തോന്നുന്നത് എക്സോസ്റ്റ് മാത്രം എനിക്ക് ചെറിയൊരു പോരാൻ വേണ്ടി തോന്നി. പിന്നെ ഉള്ളത് നമ്മുടെ സസ്പെൻഷൻ, ബാക്ക് സസ്പെൻഷൻ. ബാക്കി എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ വണ്ടി അടിപൊളിയാണ്. എക്സോസ്റ്റ് നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. അത് ട്യൂൺ ചെയ്യാൻ പറ്റിയാൽ അതിലും അടിപൊളിയായിരിക്കും. അപ്പോൾ യെസ്, അതായത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബെല്ലൈക്കൺ ഉണ്ട്, ബെല്ലൈക്കൻ ഞെക്കി അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ല് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ. കണ്ടോ, അതായത് ജാവ 42. ഞാൻ പറഞ്ഞില്ലേ ഹെഡ് ടേണറാണെന്ന്. ബസ്സിൽ നിന്നൊക്കെ ആൾക്കാർ തല പുറത്തേക്ക് ഇട്ട് വെക്കുക ഇതേതാ വണ്ടിന്ന്. ഓക്കെ, വി ഗോട്ട് സം ബ്ലോക്ക്. രാവിലെ തന്നെ സമയം 8 ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ ആലുവ സൈഡിൽ ബ്ലോക്ക് ആയിട്ടോ.